ഇത് കാളയായിപ്പോയി അല്ലേ? അത് കാളയായിപ്പോയി. ബാക്കി ഇത് രണ്ടും നല്ല പശുക്കുട്ടി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ശരി, എന്താ പേര്? എന്റെ പേര് കാളിമുത്ത്. നമുക്കിവിടെ എത്ര സ്ഥലം, എത്ര ഏക്കർ? 3 ഏക്കർ. 3 ഏക്കർ സ്ഥലമുണ്ട്. ഈ ഒരു 3 ഏക്കറിൽ നമുക്ക് എന്തൊക്കെ കൃഷിയുണ്ട് ചേട്ടാ? പുൽകൃഷിയുണ്ട്, പശുവിന്, പിന്നെ തെങ്ങ് കൃഷിയുണ്ട്. തെങ്ങ് കൃഷി. ചേട്ടൻ എത്ര വയസ്സിലാണ് ഈ ഒരു പശു വളർത്തലോട്ട് ഇറങ്ങിയത്? എന്റെ മുത്തപ്പൻ, അച്ഛൻ ഒക്കെ ഇതാണ്. ആണല്ലേ? അതെ, അങ്ങനെയേ തന്നെ പിടിച്ചേ പറഞ്ഞു. അതെ, ശരിക്കും പശു ഒരു ജീവിതമാർഗമാണോ? ഓ, ഞങ്ങളുടെ അവിടെ മൂരി, പശു, എരുമ ഇതൊക്കെ ഉണ്ടായിരുന്നത് അച്ഛന്റെ കാലത്തൊക്കെ. ഈ കാണുന്ന പശുക്കളെ സ്വന്തമായിട്ട് വളർത്തിയാൽ എന്താ ഗുണം? അങ്ങോട്ട് വരും. സ്വന്തമായിട്ട് വളർത്തിയാലും നല്ല ഗുണം തന്നെ. ആളാക്കണം ഇതിനൊക്കെ. ഇതൊക്കെ ചെറിയ കുട്ടികളിലിരുന്ന് പ്രസവിച്ചതിലിരുന്ന് വലിച്ചതൊക്കെ ആളാക്കി കുട്ടികളാണ്. ഇതിൽ 2-3 എണ്ണം ആളാക്കി കണ്ണിട്ടതുണ്ട്. അതെ അതെ. അപ്പൊ സ്വന്തമായിട്ട് എടുക്കാം. ഓ, പിന്നെ നമ്മുടെ അവിടെ പ്രസവിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാകും. അതെ. ഈ ഒരു തൊഴുത്ത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലൊരു തൊഴുത്തുണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. അതെ അതെ അതെ, അത്ര എളുപ്പമല്ല. ശരി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നിപ്പോ പശുവിനെ പണ്ടത്തെ രീതിയിലൊക്കെ വളർത്തുന്നത്, അപ്പൊ വളർത്തിയത് ഒരു വൈക്കോലും എണ്ണ ആട്ടിന തേങ്ങ ആട്ടിന കള്ളപ്പുണ്ണാക്കി அப்படியே ഇടും. ഉപ്പൊക്കെ എങ്ങനെ ഒരു മാട്ടിന് 400 രൂപ 300 രൂപ ദിവസം ചെലവാകുന്നുണ്ട്. ഒറ്റ ചെലവ് 400 രൂപ ചെലവാകും. ഞങ്ങളൊക്കെ ഇതൊക്കെ 350 കുറവില്ലാണ്ട് ചെലവ് ചെയ്യണം. ആണല്ലേ? 300 ചെലവ് ചെയ്ത നമുക്ക് 1300 രൂപ. അவ்வளவு കിട്ടില്ല, ഒരു 20 ലിറ്റർ കിട്ടും. 20 എന്ന് പറയുമ്പോ 1000 രൂപ അടുത്ത് കിട്ടും. അതെ, 900, 950, 1000. അപ്പൊ ഒരു 500 നമുക്ക് ഒരു പശുവിന് കിട്ടുമോ? ഓ, കിട്ടണം. ഇത്തരത്തിലുള്ള പശുക്കൾക്ക് ചെന പിടിക്കാതിരിക്കുമ്പോ എന്താ ചെയ്യണേ? അതാണ് ഇപ്പൊ കൊഞ്ചം പ്രശ്നം. അതാണ്, ചെനയെ പിടിക്കാണ്ട് നമ്മൾ 1 ലക്ഷം രൂപയോ 1.25 ലക്ഷം രൂപയ്ക്ക് മേടിച്ചാലും ഞങ്ങൾ കൊടുത്താളെയും. ഡോക്ടർ വെച്ച് നോക്കിയിട്ടുണ്ട്, മരുന്ന് മാത്രമൊക്കെ കൊടുത്തു. ചെന പിടിക്ക ഇല്ല പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരും. വെറുതെ നമ്മൾ ചെലവാക്കിയിട്ട് പാല് നമ്മൾക്ക് 100-ന് കുറവില്ലാണ്ട് ഒളിക്കും വേണം. ഇപ്പൊ മോൻ പറഞ്ഞു ചെന മുറുകി കഴിഞ്ഞാൽ ഇവിടെ നിർത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിർത്തില്ല, ഉടനെ അത് വിൽക്കും എന്ന് പറഞ്ഞു. പശുവിനെ വാങ്ങും. അതെ, അങ്ങനെയാണ്. അതാ 100 ലിറ്റർ കമ്മിയായോ ഞങ്ങൾ പാൽ ഊത്തുറതില്ലെങ്കിൽ. തുടങ്ങണ പിടിച്ച്. അല്ല, ഇതിപ്പോ അങ്ങനെ ഇപ്പൊ ഒരു പശുവിന് നമ്മൾ 1,30,000 40,000 രൂപ കൊടുക്കണം ഇപ്പോഴത്തെ അവസ്ഥയില്. അപ്പൊ കുറഞ്ഞത് നമുക്ക് ഒരു 12 മാസം കറന്ന് കഴിയുമ്പോഴേക്കും അത് ചെന മുറുകും അല്ലേ? അതെ, ഒരു 5-6 മാസത്തിലെ നല്ല മോണിയ ചെനയാഴ്ച 1000. ആണോ? ഓ, അപ്പോഴേക്കും അത് വിൽക്കും. ചെനയാകാമ വിൽക്കാതെ അല്ല, ചെന പിടിച്ചാ വെച്ചിട്ടുണ്ടാകും. ഒരു കൊല്ലത്തിന് മുമ്പിൽ ചെന പിടിക്കില്ല പറഞ്ഞ് വിത്താളയും. അത് ലാഭമാണോ? ലാഭമൊന്നും നോക്കിയിട്ടില്ല, നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ 100 ലിറ്റർ ഇങ്ങനെ. അതെ, അപ്പൊ തന്നെ ചെലവ് ആണല്ലേ? കാണാം. ഇത്തരത്തിലുള്ള പശുക്കളെ വളർത്താൻ തുടങ്ങിയിട്ട് എത്ര നാളെ? അതായത് ഈ കാണുന്ന HF പശുക്കളെ വളർത്താൻ തുടങ്ങിയിട്ട് 10-15 കൊല്ലം ഉണ്ടാവും. ആണല്ലേ? അതിനു മുമ്പിൽ ഒരു 6 ലിറ്റർ 5 ലിറ്റർ സാധാരണ പശുക്കള് അച്ഛൻ വെച്ചിട്ടുണ്ടാവും. ഒരു 15-16 കൊല്ലത്തിന് മുമ്പിലൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെയാണല്ലേ? സാധാരണ പശുക്കളെ വളർത്തുമ്പോ വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, ചെലവുമില്ല. അപ്പൊ 5 രൂപ 4 രൂപ ലിറ്റർ. അത്രേ ഉള്ളൂ. ഒരു 20 കൊല്ലത്തിന് മുമ്പിലൊക്കെ 5 രൂപ തന്നെ പാല്. അതെ. ഈ കാണുന്ന വണ്ടി കാണുമ്പോ ശരിക്കും ഫാമിൽ ഉപയോഗിക്കുന്ന അതേ വണ്ടി. ഇത് കൊല്ലമായി. എത്ര കൊല്ലായി? 12 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാട്ടോ. അതെ, ഫാമിലി കോടിക്കണക്കാണ് രൂപയ്ക്ക് സമ്പാദിച്ച വണ്ടിയാണ്. അടിപൊളി. ഇത് പുല്ലും പാലും കിടത്തുന്ന വണ്ടിയാണ്. ആണല്ലേ? ഇതിനിപ്പോ എത്ര മൈലേജ് ഉണ്ടാവും? അതൊണ്ട് നോക്കണില്ല കേട്ടോ. അതാ 2 കിലോമീറ്ററിലെ കാട് ഉള്ളിൽ തന്നെ അവിടെ നിന്ന് പുല്ല് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുപോകണത് തന്നെ. ഈ കാണുന്ന തൊഴുത്ത് കാണുമ്പോ അച്ഛന്റെയും മകന്റെയും അധ്വാനമാണ് ശരിക്കും. കൂലിക്കാരൊന്നുമില്ല, ഞങ്ങളെ തന്നെ പഠിക്കാറ്. ശരിക്കും അധ്വാനം ഇവിടെ കാണാനുണ്ട് കേട്ടോ. പശുക്കളെ കാണുമ്പോ അറിയാം, കാരണം അവര് നല്ല ഹെൽത്തിയാണ്. അതെ. അയ്യോ, അതന്നെ 300-400 രൂപ ചെലവുണ്ട്. ആണ്. ശരിക്കും ചെലവ് ചെയ്താലാണ്. ഉണ്ടാവില്ല, ഒന്നും വക്കലും തൊക്കലില്ലല്ലോ, നല്ല മുഷ്ടിയാണല്ലേ. ഈ കാണുന്ന 2 കുട്ടികൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഇവിടെ തന്നെ ഉണ്ടായി. അതെ, ഇതായി കുട്ടി ഇവിടെ തന്നെ. 2 കുട്ടി കിടക്കുന്നത് അതും ഇവിടത്തെ കുട്ടിയെ തന്നെ. ശരിക്കും ഇവിടെ പശുക്കുട്ടികൾ ഉണ്ടാകുമ്പോഴേ ഈ കാണുന്ന പശുക്കുട്ടിക്ക് എത്ര ലിറ്റർ പാല് കിട്ടും ചേട്ടാ? ഇത് 20 കിട്ടുള്ളൂ. ആണ്. ഓ, നല്ല ജാതി പശുവാണ്. ശരി, ഇത്ര നല്ല പശുക്കുട്ടിനെ കിട്ടാൻ കാരണം എന്താ? അത് ഊശി നല്ല അമ്മ അച്ഛനും നല്ലതാണ്. അമ്മക്ക് എത്ര ലിറ്റർ പാല് കിട്ടി? അത് 20. ഇത് ഇവിടെ പ്രസവിച്ച കുട്ടിയാണ്, കുട്ടിന്റെ കുട്ടി. 3ാമത് തലമുറയാണല്ലേ? ശരിക്കും അപ്പൊ അച്ഛന്റെ പേര് വല്ല അറിയാൻ പറ്റും നമുക്ക്? ഇല്ല. ഈ പറഞ്ഞ സെമന ആരെ കൊണ്ടുവന്ന? ഡോക്ടറെ കൊണ്ടുവന്ന?
ഇല്ല ഇവിടുത്തെ ഉണ്ണി ഞങ്ങളുടെ അവിടെ മിൽമ സൊസൈറ്റിയിലെ ഒരു ചെക്കനുണ്ട് ആ. അയാളാണ് ഊശിടുന്നത്. ഊശിയിടുന്നത് അല്ലേ? അതെ ശരി. അപ്പൊ അത് എന്തായാലും നല്ല കുട്ടിയെ കിട്ടി നമുക്ക് അല്ലേ? അതെ കിട്ടി ഇതൊക്കെ നോക്കി നല്ല കച്ചപ്പസ്കളാണ്. ഇത് കാളയായിപ്പോയി അല്ലേ? കാള അത് കാളയായിപ്പോയി. അതെ. ബാക്കി ഇത് രണ്ടും നല്ല പശുക്കുട്ടി. അതാണ്. അല്ല, ഇത്തരത്തിൽ പശുക്കുട്ടിയെ വളർത്തിയെടുക്കുമ്പോ നമുക്ക് എന്ത് ചെലവ് വരുന്നുണ്ട് ചേട്ടാ? ദിവസം 100 രൂപ ചെലവ്. ആണല്ലേ? വരും ഒരു 30 മാസത്തിനുള്ളിൽ കണ്ണിടും. ഒരു 25-26 മാസത്തിലെ കണ്ണു പോടും. ആണല്ലേ? ആ ശരിക്കും 3 മാസം ചെനയാണ്. ഒരു 70,000 രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ടോ? ചെലവ് പറഞ്ഞിട്ട് ഒറിജിനൽ കിട്ടും, നോയി വരില്ല, നല്ലായിട്ട് ഒരു 2 കൊല്ലം 3 കൊല്ലം നിർത്താം. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായത് കൊണ്ട് അതിൻ്റെതായ ഒരു ഉപകാരം ഉണ്ടാവും നമുക്ക് അല്ലേ? ഓ അതാണ് സർ. അതെ അല്ലേ? അതെ ശരിക്കും നമ്മള് പുറത്തുനിന്ന് വാങ്ങണേക്കാളും ബെസ്റ്റാണ്. നമ്മള് പിന്നെ പറഞ്ഞ അനുസരിക്കുന്നുണ്ടോ ആളെങ്ങനെ? അത് ഇത് വെളിയിലോട്ട് ഇറക്കാറില്ല അല്ലേ? അത് പണി ചെയ്യാൻ പറ്റില്ല കേട്ടാ. ഞങ്ങള് രണ്ടാളെ ഇവിടെ അധ്വാനിക്കുമ്പോ ഇതൊക്കെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവരുന്നൊക്കെ പണി പറ്റില്ല. ഈ കാണുന്ന കുട്ടിക്ക് എത്ര മാസം വരെ പാല് കൊടുത്തു? ഞങ്ങള് ഇതിന് വന്ന് ഒരു 3 മാസം തന്നെ പാല്. ഒരു 90 ദിവസം നന്നായിട്ട് പാല് കൊടുത്തു. പിന്നെ ഒക്കെ ഫീഡ് തവിട് ഫുള്ള് കൊടുത്ത് വളർത്തി. കുട്ടിക്കുള്ള ഫീഡ് പ്രത്യേകിച്ചുണ്ടോ? സെയിം ഫീഡ് കൊടുത്തേ? അയ്യോ ആണല്ലേ. ഇപ്പോഴും സെയിം ഫീഡ് തന്നെ കൊടുക്കണം അല്ലേ? സെയിം ഫീഡ് കൊടുക്കുമ്പോ നമുക്ക് നഷ്ടമല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ പാൽ പശുവിന് ഇത് നമ്മൾ സ്വന്തമായി നല്ല ക്വാളിറ്റിയാണ് പശു കിട്ടും. ശരി. എന്തായാലും ഇത്തരത്തില് ക്ഷീരകർഷകർ ചെയ്യാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണല്ലേ ഏട്ടാ? അതെ ആണല്ലേ? അല്ല, എത്ര നാളായിട്ടുണ്ട് ഇതുപോലെ കുട്ടികളെ വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പൊ? ஐயோ அப்படியே வரும் வழியா ஒவ்வொன்றும் 2 வச்சுட்டே இருக்கும். എപ്പോഴും ഉണ്ടാവും? அது ഉണ്ടാവും അല്ലേ? കൊല്ലമായിട്ട് ഈ പശുവിന്റെ കുട്ടി ഈ പശുവിൽ ഊട്ടും ഈ പശുവിൽ ഊട്ടും ഒക്കെ അപ്പൊ അങ്ങനെയേ വളർത്തുന്നതാണ്. ഇപ്പൊ അത് പൊട്ടക്കുട്ടിയാണ് അവിടെ ഉണ്ട്, അത് ഒക്കെ മാട്ടിൽ വിട്ട് വളർത്തും. ആണല്ലേ? അപ്പൊ എന്തായാലും ചേട്ടന്റെ അഭിപ്രായത്തില് പശുവിന്റെ കുട്ടിയെ വളർത്തണാണ് നല്ലത് അല്ലേ? നല്ലതേട്ടാ നല്ലത്. ഇപ്പൊ ഈറോഡിന്ന് പശുവിനെ വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട്? பரவாயில்லைங்க. அங்கிருந்து வாங்குறதும் அங்கேயே தான் இப்போ ஒரு 10 കൊല്ലമായിട്ട് അവിടെ തന്നെ മേടിക്കുന്നുണ്ട്. ആണ്? ലാസ്റ്റ് 10 വർഷമായിട്ട്? ഓ 10 കൊല്ലമായി. എത്ര നാള് കൂടുമ്പോ നമ്മള് പശുവിനെ വാങ്ങിക്കും? അതന്നെ ഇത് இப்போ கண்ணு போட்டு ஒரு 8 மாசம் ஒரு 250 நாள் நல்லா கறக்குது. செனை பிடிக்கலின்னு வைங்க, அதை வித்து போட்டு போய் ஈரோட்டில் ஒன்று வாங்கிட்டு வந்துடும். ഓ അപ്പൊ ഒരു 250-300 ദിവസം കൂടുമ്പോ പശുവിനെ വാങ്ങിക്കും നമ്മള്? വാങ്ങിക്കും അല്ലേ? അപ്പൊ 250-300 ദിവസം കൂടുമ്പോ വാങ്ങിച്ചിട്ടുള്ള പശുക്കളായി കാണുന്നത്. കുട്ടികളും ഇതിൽ ഒരു അതാണ് നിൽക്കുന്ന പശു കുട്ടിയാണ്. ഇത് രണ്ടും ഇവിടുത്തെ കുട്ടി. ഇത് അമ്മയുടെ കുട്ടിയാണ്. ഇത് 3 ഈത്താജി ഇത് ഇതല്ലേ? ശരി. അങ്ങനെ തന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി. പെരിയ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ മോശത്തരവും ഇല്ല. അങ്ങനെ പോകുന്നു. വില്ലേജ് ലൈഫ് ഇതൊക്കെയാണല്ലേ? അതെ, നമ്മളൊന്നും വെളിയൊന്നും പോകാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. കാരണം അതെ ഇപ്പൊ എത്തിയല്ലോ. ഇപ്പൊ കോയമ്പത്തൂർ കാലത്ത് 8-8:30 പോയി ഇപ്പൊ എത്തി. ഇവിടുന്ന് കോയമ്പത്തൂർ എത്ര കിലോമീറ്റർ ഉണ്ട്? 35 കിലോമീറ്റർ. 35 കിലോമീറ്റർ. അതെ, ശരിക്കും ബോർഡർ നമ്മുടെ പാലക്കാട് 25, കോയമ്പത്തൂർ 35. എനിക്ക് തന്നെ കോയമ്പത്തൂർ വേണ്ടതൊക്കെ അവിടെ കിട്ടും. കോയമ്പത്തൂർ കിട്ടും. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ചേട്ടന്റെ ഫാമും അടിപൊളിയായിട്ടുണ്ടോ? സെറ്റ് ആയിട്ടുണ്ട്. ചേട്ടനെ പോലുള്ള കർഷകർ ഇനിയും ഉണ്ടാവട്ടെ. ഉണ്ടാകട്ടെ. നിങ്ങളെ പോലെ ആൾക്കാരും വരണം ഞങ്ങളുടെ അവിടെ. അതെ. ശരി. ഓക്കെ. അപ്പൊ താങ്ക് യു.